الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ഏറ്റവും പ്രിയം നിറഞ്ഞ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റമളാനിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലാണ് വിശ്വാസികളായ നമ്മളൊക്കെ. റമളാനിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വീടും പരിസരവുമൊക്കെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നനച്ചുകുളിയുടെ തിരക്കിലാണ്. നനച്ചുകുളി എന്ന പേരിലാണ് നമ്മുടെ നാടുകളിലൊക്കെ അതിനെ അറിയപ്പെടുന്നത്. വീടിൻ്റെ കേടുവന്ന ഭാഗങ്ങളൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ട് അതൊക്കെ വൃത്തിയാക്കി വളരെ മനോഹരമായി പരിശുദ്ധമാക്കപ്പെട്ട റമളാനിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലാണ് നമ്മളൊക്കെ. എന്നാൽ ആദ്യമായി നമ്മൾ പെയിൻ്റ് അടിക്കേണ്ടതും ആദ്യമായി നമ്മൾ ശുദ്ധീകരിക്കേണ്ടതും നമ്മുടെ ഹൃദയത്തെയാണ്. കാരണം മാസങ്ങളോളമായി നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ഒരു അതിഥിയാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. എല്ലാ വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ, ബല്യഗനാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ക്ഷണിച്ചു വരുത്തിയതാണ് പരിശുദ്ധ റമളാനിനെ. നമ്മൾ ക്ഷണിച്ചു വരുത്തിയതായ ഒരു അതിഥി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ഒരു അതിഥി കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുക്കങ്ങളുണ്ടാകും. നല്ലൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, നല്ലൊരു ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി നല്ല രീതിയിൽ അദ്ദേഹത്തിനെ വരവേൽക്കും. ക്ഷണിക്കാതെ വന്ന അതിഥിയാകട്ടെ വീട്ടിൽ എന്താണുള്ളത് അത് കഴിച്ചുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ഒരു അതിഥിയാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ റമളാനും കടന്നു വരുമ്പോൾ സ്വഹാബത്തിനൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു വയല് പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റമളാൻ കടന്നു വരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു വയല് പറയാറുണ്ടായിരുന്നു. റമളാനിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു. റമളാനിനെ പരിചയപ്പെടുത്തുന്ന എല്ലാ സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി റമളാനിൻ്റെ പോരിശയെക്കുറിച്ചാണ് പറയാറുള്ളത്. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാന, ശഅബാനിൻ്റെ അവസാനത്തെ ദിവസം ഞങ്ങളോട് വഅദ് പറയാറുണ്ടായിരുന്നു. ഫഖാല അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് അളല്ലകും ശഹ്റുൻ അളീമുൻ, നിശ്ചയം നിങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുന്നത് ഒരു സുന്ദരമാക്കപ്പെട്ട മാസമാണ്, ഒരു പവിത്രമാക്കപ്പെട്ട ഒരു മാസമാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഷഹ്റുൻ മുബാറകുൻ, ഒരു ബറക്കത്താക്കപ്പെട്ട മാസം വരുന്നുണ്ട്. ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന മാസമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങിയ മാസമാണ്. മാത്രവുമല്ല പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട ഒരു മാസം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റമളാനിൻ്റെ പോരിശയെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ആദ്യമായി പരിചയപ്പെടുത്താറുള്ളത്.
അതുപോലെയാണ് നമ്മളും പരിചയപ്പെടുത്താനിരിക്കുന്നത്. റമളാനിൻ്റെ പോരിശയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ മേൽ നിർബന്ധമാണ്. റസൂലുള്ളാഹി തങ്ങൾ ആദരിച്ചതിനെ ആദരിക്കുക. ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ദീനിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കലും ബഹുമാനിക്കലും അത് തഖ്വയുള്ള ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിനൊക്കെ തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു റമളാനെയും കൂടി വരവേൽക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ വലിയ സൗഭാഗ്യമാണ്. ഒരിക്കലും അതിനൊരു ചില്ലറ സൗഭാഗ്യമായി ആരും കാണേണ്ടതില്ല. വലിയൊരു സൗഭാഗ്യമാണ്. കാരണം മഹാനായ തുൽഹത്ത് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. ആരെയാണ് സ്വപ്നം കാണുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അരികിൽ വന്നുകൊണ്ട് രണ്ടാൾ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ രണ്ടാളും ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ആ രണ്ടുപേരെയാണ് മഹാനായ തുൽഹത്ത് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്നത്. ആദ്യമായി ഒരാൾ മരണപ്പെടുന്നു. അവർ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന് വേണ്ടി ധീരമായി പോരാടിക്കൊണ്ട് ഷഹീദായി പോയി. അയാൾ ഷഹീദായതിൻ്റെ 1 വർഷം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ആൾക്ക് സ്വാഭാവികമായ മരണം സംഭവിച്ചു. ഈ രണ്ടുപേരും പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കടത്തിവിട്ടത് രണ്ടാമതായി മരണപ്പെട്ടു പോയ, രണ്ടാമതായി ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി സ്വാഭാവികമായി മരണം സംഭവിച്ച ആളെയാണ്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ മഹാനായ തുൽഹത്ത് റളിയല്ലാഹു അൻഹു വല്ലാത്ത ആശ്ചര്യം തോന്നി. കാരണം ആദ്യമായി മരണപ്പെട്ടു പോയ ആള് ദീനിന് വേണ്ടി പോരാടിക്കൊണ്ട് ഷഹീദായ ആളല്ലേ. രണ്ടാമതായി മരിച്ച ആൾ സ്വാഭാവിക മരണമല്ലേ സംഭവിച്ചത്. അതുകൊണ്ട് ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കേണ്ടിയിരുന്നത് ഷഹീദായ ഒരാളല്ലേ എന്ന് ആശ്ചര്യത്തോടു കൂടി അദ്ദേഹം ചിന്തിച്ചു. എന്നിട്ട് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഇന്നാലിൽ ഒരു സ്വപ്നം കണ്ടു. 2 പേര് നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ദീന് സ്വീകരിച്ച 2 ആളുകളുണ്ടല്ലോ. ആ 2 ആളിൽപ്പെട്ട് രണ്ടാമത്തെ ആൾ അഥവാ സ്വാഭാവികമായ മരണം സംഭവിച്ച ആളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സ്വർഗത്തിലേക്ക് കടത്തിവിട്ടത്. റസൂലേ, എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു ചോദിച്ചു, അലൈസ ഖദ് ബഖസ ഹാദാ ബഅദഹു സനതൻ. രണ്ടാമതായി മരിച്ചുപോയ ആള് 1 വർഷം അധികം ജീവിച്ചിട്ടില്ലേ? രണ്ടാമതായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ആൾ 1 വർഷം അധികം ജീവിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന് 1 വർഷത്തെ റമളാനിനെ വരവേൽക്കാൻ സാധിച്ചിട്ടില്ലേ? ആ ഒരു റമളാനിൽ അദ്ദേഹത്തിന് നോമ്പ് നോൽക്കാൻ സാധിച്ചിട്ടില്ലേ? അത് തന്നെയാണ് അതിന് കാരണം. നമ്മൾ മനസ്സിലാക്കണം, ഒരു റമളാനിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരവേൽക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ അത് വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, അതൊരു ചില്ലറ സൗഭാഗ്യമായിട്ട് ആരും കണക്കാക്കണ്ട. ദീർഘായുസ് ലഭിക്കുകയും അതിൽ സൽക്രമങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്തവനാണ് ലോകത്ത് ഏറ്റവും ഉന്നതൻ. നമുക്ക് ആയുസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, അതിൽ നന്മ ചെയ്യാൻ സാധിക്കണം. താടിയും മുടിയും നരച്ചു ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ മോശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, ഫഅയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ഉന്നതൻ? ജനങ്ങളിൽ ആരാണ് ഏറ്റവും ഉന്നതനായ മനുഷ്യനെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി ഇപ്രകാരമായിരുന്നു, മൻ താഅ ഉംറുഹു വഹസന അമലുഹു, നല്ല സൽക്രമങ്ങൾ ചെയ്യാൻ സാധിച്ച ആളാണ്. ദീർഘായുസ് ലഭിച്ചിട്ട് അതിൽ സൽക്രമങ്ങൾ ചെയ്യാൻ സാധിച്ച ആളാണ് ജനങ്ങളിൽ ഏറ്റവും ഉന്നതൻ. അദ്ദേഹത്തിൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, ഫഅയ്യുന്നാസി ശർറു യാ റസൂലല്ലാഹ്, റസൂലേ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാരാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, ആയുസ് ലഭിച്ചിട്ടും നന്നാകാൻ സാധിക്കാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനാണ് ലോകത്ത് ഏറ്റവും മോശപ്പെട്ടവൻ, അവനാണ് ഏറ്റവും സഹികെട്ടവൻ, ഈ ഭൂമി ലോകത്തിന് പോലും ഭാരമായി ജീവിക്കുന്നവൻ അവനാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ആയുസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സൽക്രമങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക. ഇനിയും സമയമുണ്ടല്ലോ, നാളെ ആകാം അല്ലെങ്കിൽ മറ്റന്നാളാകാം എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ നിൽക്കേണ്ടതില്ല. കാരണം പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. റമളാനിൻ്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. റമള് എന്ന് പറഞ്ഞാൽ തന്നെ ഹേമന്തകാലത്ത് പെയ്യുന്ന മഴക്കാണ് റമള് എന്ന് പറയുക. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മഴ പെയ്താലുള്ള സന്തോഷം എത്രയായിരിക്കും? നമ്മൾ സന്തോഷിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ള വൃക്ഷങ്ങൾ, ബിൽഡിങ്ങുകളൊക്കെ പൊടിപുരണ്ടിരിക്കുകയാണ്, വൃക്ഷങ്ങളൊക്കെ പൊടിപുരണ്ടിരിക്കുകയാണ്.
ആ പൊടി പുരണ്ടതിലേക്കൊരു മഴ പെയ്താൽ അതൊക്കെ പച്ചച്ച് നിൽക്കുന്നത് പോലെ പാപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിലേക്ക് മഗ്ഫിറത്തിന്റെ മഴ പെയ്യുന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ. അതുകൊണ്ടാണ് റമളിൽ നിന്ന് തന്നെ റമളാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹേമന്തകാലത്ത് പെയ്യുന്ന മഴക്കാണ് റമളാൻ എന്ന് പറയുക. പരിശുദ്ധ റമളാനാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കുക, നന്മ ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. കൂടുതലൊന്നും വേണ്ട, റമളാനാണല്ലോ വരാനുള്ളത് എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു സന്തോഷം മനസ്സിൻ്റെ ഉള്ളിൽ വന്നാൽ തന്നെ ആരെങ്കിലും റമളാൻ കടന്നു വരുന്നതിൻ്റെ പേരിൽ സന്തോഷിച്ചാൽ തന്നെ ആ ശരീരം നരകത്തെ തൊട്ട് മോചനമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 11 മാസം നിസ്കരിക്കാതെ 1 മാസം മാത്രം നിസ്കരിച്ചിരുന്ന ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട് കിതാബിൽ. 11 മാസം അയാൾ നിസ്കരിക്കാറില്ല, 1 മാസം മാത്രം നിസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയി. റമളാൻ അങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താ? അദ്ദേഹം റമളാൻ വരുമ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പകൽ സമയങ്ങളൊക്കെ ഇബാദത്തുമായി മുഴുകി നോമ്പ് നോറ്റി രാത്രി സമയം കലാഹായ നിസ്കാരങ്ങളൊക്കെ കലാഹ് വീട്ടലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിനെ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ടപ്പോൾ സുഹൃത്തിനെ കാണുമ്പോൾ നാട്ടിൽ എല്ലാ കുരുത്തക്കേടും കളിച്ച് നടക്കുന്ന സുഹൃത്തുക്കളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന്. അങ്ങനെ ആ സുഹൃത്തിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഈ സുഹൃത്ത് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ അവസ്ഥ അവിടെ? നീ മരണപ്പെട്ടു പോയതല്ലേ, എന്താണ് അവിടെ സുഖം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ മരണപ്പെട്ടു പോയ 11 മാസം നിസ്കരിക്കാതെ 1 മാസം മാത്രം നിസ്കരിച്ചിരുന്ന ഇയാൾ പറയാണ്, എനിക്ക് വലിയ റാഹത്താണ്, ഒരു പ്രയാസമില്ല, ഇവിടെ വലിയ റാഹത്തുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ഈ സുഹൃത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കടന്നു വന്നതിൻ്റെ പേരിൽ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. ഓരോ റമളാൻ കടന്നു വരുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷമാണ്. ആ സന്തോഷിച്ചതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാഫാക്കി തന്ന് എനിക്ക് സ്വർഗം നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഓരോ റമളാൻ കടന്നു വരുമ്പോഴും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് വലിയ ലക്ഷ്യങ്ങളുണ്ട്. റബ്ബിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. നമ്മളെ ഓരോ റമളാനിലേക്കും ബാക്കിയാക്കി വെക്കുമ്പോൾ ആത്മീയമായി നമുക്കൊരു ഉയർച്ച നൽകണം. റമളാനിലൂടെ നോമ്പ് നോറ്റി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനൊക്കെ ഓതി ഇബാദത്തുമായി മുഴുകി നമുക്ക് ആത്മീയമായ ഒരു ഉയർച്ച നൽകണമെന്ന് അള്ളാഹുവിന് ലക്ഷ്യമുണ്ട്. മറ്റൊന്ന് സാമൂഹ്യപരമാണ്. സമൂഹത്തിന് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ റമളാൻ വരുമ്പോൾ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പടച്ച റബ്ബ് നമ്മളെ മാറ്റിവെക്കുന്നത്. നോമ്പ് നോൽക്കുമ്പോഴാണ് നമുക്ക് വിശപ്പറിയുമ്പോഴാണ് പാവപ്പെട്ട ഒരു നേരത്തിൻ്റെ അന്നത്തിന് വകയില്ലാതെ പാവപ്പെട്ടവൻ്റെ വിശപ്പ് നമുക്ക് മനസ്സിലാകുള്ളൂ. അപ്പോഴാണ് പാവങ്ങൾക്ക് നേരെ സ്വാതന്ത്ര്യത്തിൻ്റെ കഴികൾ നമ്മുടെ കൈകൾ ഉയരുകയുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് സാമൂഹികപരമാണ്, മറ്റൊന്ന് ആത്മീയപരമാണ്, മറ്റൊന്ന് ആരോഗ്യപരമാണ്. നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളൊക്കെ, ആമാശയത്തിലുള്ള കൊഴുപ്പുകളൊക്കെ നമ്മൾ പട്ടിണി കിടന്ന് നോമ്പ് നോൽക്കുമ്പോൾ അതൊക്കെ കൊഴുപ്പുകളൊക്കെ പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നു. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നമ്മളെ ഓരോ റമളാനിലേക്കും ബാക്കി വെക്കുമ്പോഴുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് റമളാനാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്, ഇനിയും നമ്മൾ കാത്തിരിക്കാൻ സമയമില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത്. ഇത് സ്വലാത്തിൻ്റെ മാസമാണ്, സ്വലാത്തിൻ്റെ വാർഷികത്തിൻ്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലായികതീങ്ങളോടും അതുപോലെ തന്നെ എല്ലാവരോടും സ്വലാത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ച ഒരു മാസവും കൂടിയാണ്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിനെ നമ്മൾ വരവേൽക്കുക. ആത്മീയമായ ഒരു ശുദ്ധി വരുത്തിക്കൊണ്ട് പരിശുദ്ധ റമളാനിനെ നമ്മൾ വരവേൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.